രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് കുളിക്കാൻ പോയത് കേട്ടോ. കുളിക്കാൻ പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ബഹളമാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ആരാ മോളും ഐറൂസും മോളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറയാൻ നെട്ടിപ്പോയി. സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ ക്ലൂവെങ്കിലും എനിക്ക് തരാറുണ്ട് കേട്ടോ. ഇന്ന് എന്താ അറിയില്ല, സർപ്രൈസ് ആക്കി വന്നതാണെന്ന് തോന്നുന്നു. അവർ രണ്ടാളും കാലുകെട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ കഴിച്ച് മടങ്ങുമ്പോൾ ഇവിടെ നീനുട്ടിൻ്റെ പിന്നെ ഇതും ഒക്കെ ഉള്ളതല്ലേ, അവർക്ക് എന്തെങ്കിലും വാങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് പാർസൽ വാങ്ങിയിട്ടുള്ള വരവാണ് കേട്ടോ. സമയം 11:15 ആവാനായിട്ടുണ്ട്. മോളിൻ്റെ ഡ്രസ്സ് ഇതാ എല്ലാം കണ്ടോ നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ വെച്ച് ഷേപ്പാക്കി വെക്കാമെന്ന് പറഞ്ഞാൽ എന്തായാലും കൊണ്ടുവരാൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഐറൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം വിളിച്ചു കൊടുത്തിട്ടൊന്നും യാതൊരു അനക്കില്ല. ഏതായാലും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാവരുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഒന്ന് എഴുന്നേറ്റ് കളി ഇതൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ കൂടെയാണ് കളിച്ച് രസം പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോകിന് പോകാനായി മോളിൻ്റെ ഹസ്ബൻഡ് ആദ്യം പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് നേരെ ഇറങ്ങാൻ അത്രയും പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇതെന്നുള്ള അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ നെട്ടിൽ മാറിയിട്ടില്ല. അപ്പോൾ ഇതും ഇതവിടെ യാത്രയൊക്കെ പോയിട്ടുണ്ട്. നീനുട്ടി നല്ല ഉറക്കാണ്. നീനുട്ടി ചെറിയതായിട്ട് അലർജിൻ്റെ ഗുളിക കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 ദിവസമായിട്ട് നല്ല തുമ്മലും ജലദോഷവും ഒക്കെയാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടോ ഈ നീനുട്ടിക്ക് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അലർജീൻ്റെ ഗുളിക കൊടുത്തത്. അതുകൊണ്ടാണ് നോക്കുക ആ ഉറക്കം കിട്ടി തെളിയാത്തത് കേട്ടോ. പിന്നെ ഇതാ ഇതുമോ യാത്ര അയക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ നേരെ കിച്ചൺ കൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചാളാന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയായിട്ടൊരു ഒരു സംഭവം ഞങ്ങൾ കുറേ നേരം നോക്കി. പക്ഷെ നല്ല പാക്കിംഗ് ആയതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാവണില്ല. ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഞങ്ങളിതാ വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒക്കെ ഒന്ന് കണ്ട് മുഴുവനാക്കണം. അപ്പോൾ ഞാനിത് ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ സോഫയിൽ അങ്ങോട്ട് കിടന്നിട്ടുണ്ട്. നീനുട്ടി ഏതായാലും ഓൾറെഡി ആ സോഫയിൽ കിടക്കണം. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് സോഫയിൽ അങ്ങോട്ട് കിടന്നു കേട്ടോ. അപ്പോൾ എനിക്കിതാ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തീർത്തിട്ട് വേണം ഉറങ്ങാൻ. നാളെ പുതിയ എപ്പിസോഡ് വരില്ലേ, പകലൊന്നും കാണാൻ ടൈം ഉണ്ടാവില്ല. അത് ഞാൻ കിടക്കുമ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടാട്ടോ കിടക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ കണ്ട് ഉറങ്ങാൻ പോകണം. പിന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാനേ സപ്പോർട്ട് ചെയ്യണേ.